ലൈഫ് enthusiast ആൻഡ് കൺസർവേഷനിസ്റ്റ്, ഹാപ്പിറ്റോളജിസ്റ്റ്, യങ്ങസ്റ്റ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ, പക്ഷി നിരീക്ഷക, എഴുത്തുകാരി, മോട്ടിവേഷണൽ സ്പീക്കർ എന്നിങ്ങനെ പോകുന്നു ഒരു 15 വയസ്സുകാരിയുടെ വിശേഷണങ്ങൾ. ഇന്ന് എന്നോടൊപ്പമുള്ളത് അനന്യ വിശേഷാണ്. നമസ്കാരം അനന്യ. നമസ്കാരം. അനന്യ, കാടുകളോടും കാട്ടുമൃഗങ്ങളോടും ഉള്ള ഇഷ്ടം എങ്ങനെയാണ് ഇത് ആരംഭിച്ചത്? എനിക്ക് വന്നിട്ട് ഈ ഇൻട്രസ്റ്റ് തുടങ്ങിയത് വളരെ ചെറിയ പ്രായത്തിലാണ്. അപ്പോ ഞാൻ ഫുള്ളായിട്ട് ഈ ഫീൽഡിൽ ഇറങ്ങിയത് 6 വയസ്സ് മുതലാണ്. എന്റെ ഈ ഫുൾ ഇൻട്രസ്റ്റ് തുടങ്ങിയത് വന്നിട്ട് ഒരു വൈൽഡ് ലൈഫ്, ദാറ്റ് ഈസ് ഊട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു ട്രിപ്പ് പോയതാണ്. സോ ആ ട്രിപ്പിൽ നിന്നാണ് എന്റെ ഫുൾ ജേർണി തുടങ്ങിയത്. ഞാനത് വായിക്കുണ്ടായി. അതായത് അന്ന് പോയപ്പോ ഒരു കാട്ടാനെ കണ്ടിട്ടല്ലേ? ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. ആണ്. ഓക്കെ. ഈ യങ്ങസ്റ്റ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ, അത് എങ്ങനെയാണ് ആ ഒരു വിശേഷണത്തിലേക്ക് എത്തിയത്? ഫോട്ടോഗ്രാഫിയോടുള്ള പ്രേമം, അതും വൈൽഡ് ലൈഫ്, എങ്ങനെയാണ് ആ താല്പര്യം? സോ ഞാൻ വന്നിട്ട് ഫോട്ടോഗ്രാഫി പഠിച്ചത് എന്റെ ബുക്കിന് വേണ്ടിയിട്ടാണ്. ഞാൻ എഴുതിയ ബുക്ക് ദി ബേർഡ്സ് ഓഫ് മസനഗുഡി പറഞ്ഞ ബുക്കിൽ എനിക്കൊരു തോന്നിയത്, എനിക്ക് എന്റെ ബുക്കിൽ ഞാൻ എടുത്ത പിക്ചേഴ്സ് തന്നെ ഉണ്ടാവണം. അപ്പൊ അതിനു വേണ്ടി ഞാൻ ഫോട്ടോഗ്രാഫി തന്നായിട്ട് തന്നെ ഫസ്റ്റ് പഠിച്ചു. പിന്നെ അത് അങ്ങനെ എടുക്കാൻ പോയപ്പോ കുറച്ചും കൂടി ബെറ്റർ ഫോട്ടോസ് എടുക്കാൻ ഞാൻ കുറച്ച് മാസ്റ്റർ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്തു. പിന്നെ ഞാൻ പ്രോ ഫോട്ടോഗ്രാഫി പഠിച്ചു. അങ്ങനെയാണ് ഞാൻ ഫോട്ടോഗ്രാഫിയിൽ ഇറങ്ങിയത്. ഈ സാധാരണ ഫോട്ടോഗ്രാഫിയെ സംബന്ധിച്ചും വൈൽഡ് ലൈഫിനെ കുറിച്ചൊക്കെ സംബന്ധിച്ചും അത് രണ്ടും വ്യത്യസ്തമാണ്. എങ്ങനെയാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി? അതിൽ ഒരുപാട് റിസ്കുകളുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ കാണുന്നതാണ് ആ വിഷ്വൽസ് ഒക്കെ. നമ്മളൊട്ടും ഒരു മോഡലിനെ പോലൊന്നും തന്നെ മൃഗങ്ങൾ വന്ന് നിൽക്കുകയൊന്നുമില്ല. നമ്മളായിട്ട് അതെങ്ങനെയാണ് ആ ഒരു ചലഞ്ചസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്തത്? ഞാൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പോകുമ്പോ ഞാൻ ഒന്നും എക്സ്പെക്ടേഷൻ പറഞ്ഞതൊന്നും വെക്കാറില്ല. ഒന്നും കിട്ടില്ല പറഞ്ഞിട്ടാ ഞാൻ പോകുന്നത്. ഇപ്പൊ കിട്ടുമ്പോ ഇപ്പൊ ഞാൻ ഫീൽഡിൽ പോകുമ്പോ കിട്ടുന്നതൊക്കെ ഞാൻ അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് പോകും. ഇല്ലെങ്കിൽ അവിടെ സഫാരി ഫോറിൻ ഗസ്റ്റ് ഒക്കെ വരുമ്പോ, ഇല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഗസ്റ്റ് ഒക്കെ വരുമ്പോ എനിക്ക് ഹിന്ദിയൊക്കെ നന്നായി സംസാരിക്കാൻ കിട്ടും പറഞ്ഞിട്ട് ഞാൻ അവരുടെ ഒപ്പം പോകും. അപ്പോ ആ പ്ലേസിന്റെ എന്താണ് ഹിസ്റ്ററി, എന്താണ് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ പോകും. അപ്പൊ ആ സമയത്ത് ഞാൻ ക്യാമറ എടുത്തിട്ട് പോകുമ്പോ എന്തെങ്കിലും സൈറ്റിംഗ് ഉണ്ട് പറഞ്ഞ് ഞാൻ അങ്ങനെ ഫോട്ടോ എടുത്തോണ്ട് ഞാൻ പോകും. ഓക്കെ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ പാമ്പുകളെയൊക്കെ പിടിക്കാൻ തുടങ്ങിയ ഒരു വ്യക്തിയാണ്. ആദ്യമായി പാമ്പിനെ പിടിച്ചൊരു അനുഭവം എങ്ങനെയായിരുന്നു? അന്നൊക്കെ പേടിയുണ്ടായിരുന്നോ? ഫസ്റ്റ് ടൈം പിടിക്കുമ്പോൾ നല്ല പേടി ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു നോൺ വെനമസ് സ്നേക്ക് ആയിരുന്നു. പ്ലസ് എന്റെ ഒപ്പം കുറെ സീനിയേഴ്സും ഉണ്ടായിരുന്നു, എക്സ്പീരിയൻസ് സ്നേക്ക് റെസ്ക്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ പിടിച്ചു സേഫായി റെസ്ക്യൂ ചെയ്തു, സേഫായി റിലീസ് ചെയ്തു. ശരിക്കും ഈ പറഞ്ഞ പോലെ 6 വയസ്സിലൊക്കെ തോന്നിയ ഒരു ഇഷ്ടമാണ്. അപ്പോഴൊക്കെ തന്നെ ഈ മേഖലയിലേക്ക് അല്ലെങ്കിൽ ആ കാട്ടിലേക്കൊക്കെ എത്തുമ്പോൾ ഒക്കെ ഈ ഭയം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കൂടെ ഉള്ളവർക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഓഫീസേഴ്സിനൊക്കെ ഭയം ഉണ്ടായിരുന്നു, ഈ കുട്ടി എങ്ങനെ കൂട്ടും, അല്ലെങ്കിൽ അത് ചെറിയ പ്രായമല്ലേ, അങ്ങനെയുള്ള ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു? എല്ലാരും ഫസ്റ്റ് ആരും സമ്മതിച്ചില്ല. ചെറിയ കുട്ടിയാണ്, കുട്ടിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ മെല്ലെ മെല്ലെ പെർമിഷൻ എടുത്ത് ഞാൻ ഫസ്റ്റ് റോഡ് സൈഡിൽ തന്നെ ബേർഡ് വാച്ചിങ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോ ഞാൻ അത് ദിവസം അവരുടെ അടുത്ത് പോയി പറയും, ഇങ്ങനെ സാർ ഞാൻ ഈ വഴിക്ക് ജീപ്പിൽ ഇങ്ങനെ പോയി, അപ്പൊ എനിക്ക് ഇതൊക്കെ സൈറ്റിംഗ് കിട്ടി എന്നൊക്കെ ഞാൻ ചെയ്യുന്നതൊക്കെ അവർക്ക് ഷെയർ ചെയ്യും. അപ്പൊ അവർ പറയുന്നു, കുട്ടിക്ക് ഇതുണ്ട്, ടാലന്റ് ഉണ്ട്, അപ്പൊ നമ്മൾ കുട്ടിക്ക് പെർമിഷൻ കൊടുക്കാം. അങ്ങനെയാണ് ഞാൻ മെല്ലെ മെല്ലെ ഫീൽഡിൽ ഇറങ്ങിയത്. ഈ ഒരുപാട് പാമ്പുകളെ പിടിച്ച് രക്ഷപ്പെടുത്തി വിട്ടിട്ടുണ്ട്. അതിലേറ്റവും വെല്ലുവിളി നിറഞ്ഞൊരു അപകടം അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് എങ്ങനെയായിരുന്നു? ആ ഒരുപാട് അപകടങ്ങളൊക്കെ തരണം ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ആ അനുഭവങ്ങളൊക്കെ? ഒരു ഡേഞ്ചറസ് ആയിട്ട് ഒന്നും നടന്നിട്ടില്ല, ഒക്കെ സേഫ് ആയിട്ടാണ് നടന്നത്. അത്രയും ഡേഞ്ചർ ഒന്നും ഇല്ല. പക്ഷെ ഞാൻ കണ്ടത്, നമുക്കല്ല പക്ഷെ പാമ്പിനുള്ള ഡേഞ്ചറുകൾ ഞാൻ കണ്ടത്, ആൾക്കാർക്ക് പേടി വരുമ്പോ ഈ മണ്ണെണ്ണ ഇല്ലെങ്കിൽ നമ്മുടെ പെരിങ്കായത്തിന്റെ വെള്ളം അതൊക്കെ പാമ്പിന്റെ മുകളിൽ ഒഴിച്ചിട്ട്, അത് പഴയ കാലത്തിൽ അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ, ഇങ്ങനെ ഇതൊക്കെ ചെയ്താൽ പാമ്പ് വരില്ല, ഇല്ലെങ്കിൽ നമ്മൾ വെളുത്ത ഉള്ളി ഇട്ടാൽ പാമ്പ് പോവും. പക്ഷെ സത്യത്തിൽ പറഞ്ഞാൽ അതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ്. അത് ആ പാമ്പിനെയാണ് അത് അഫക്ട് ചെയ്യുന്നത്. ഇപ്പൊ പാമ്പിന്റെ സ്കിന്ന് പറയുന്നത് നല്ല ഡെലിക്കറ്റ് ആണ്. ഇപ്പൊ നമ്മളുടെ കണ്ണ് എത്ര ഡെലിക്കറ്റ് ആണോ അത്രയും ഡെലിക്കറ്റ് ഒരു പാമ്പിന്റെ സ്കിന്നാണ്. സോ അതില് എന്തെങ്കിലും ഇങ്ങനത്തെ ഹാർഷായ കെമിക്കൽസ് എന്തെങ്കിലും തട്ടിയാൽ അതിന് സ്കിന്ന് എറിയാൻ തുടങ്ങുമ്പോ അത് ആ വേദനയിൽ ഇനി അഗ്രസീവ് ആവും. അപ്പൊ റെസ്ക്യൂവേഴ്സ് അതിനെ പിടിക്കാൻ പോകുമ്പോ ആ സ്നേക്ക് ആക്ച്വലി പിന്നെയും അറ്റാക്ക് ചെയ്യാൻ വരില്ല, കടിക്കാൻ വരും ആ വേദനയില്. സോ അത് കാരണം
അതാണ് ഉള്ള ഡേഞ്ചറസ് സിറ്റുവേഷൻസ് സ്നേക്സിന് എഫക്ട് ചെയ്യുന്നത്. എനിക്ക് എഫക്ട് ചെയ്യുന്ന പോലെ ഞാൻ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. ഓക്കെ. ഈ ഹെർപ്പറ്റോളജിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് 11ാം വയസ്സിലാണ് നേടിയത്, അതും ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ട് ഇത്രയും പ്രായം കുറഞ്ഞൊരു വ്യക്തിക്ക്. എങ്ങനെയായിരുന്നു അതിലേക്ക് എത്തിയത്? സോ ഇത് യുഎസിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അവര് വന്നിട്ട് ഈ ഫീൽഡിൽ ഇൻട്രസ്റ്റും കുറച്ച് നോളേജ് ഉള്ള ആൾക്കാരിനെയാണ് അവർ തന്നെ സെലക്ട് ചെയ്യും. പിന്നെ കുറെ ക്വിസ് ഒക്കെ നടത്തും അവര്. എത്ര നോളേജ് ലെവൽ ചെക്ക് ചെയ്യും. അപ്പോൾ കേപ്പബിൾ ആണ് തോന്നിയാൽ അവർ അത് അഡ്മിഷൻ തരും. ഇനി അത് 1 ഇയറിന്റെ കോഴ്സാണ്. ആ 1 ഇയർ കോഴ്സിൽ 6 മന്ത്സ് ഓൺലൈനും 6 മന്ത്സ് ഓഫ്ലൈൻ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ടാവും. അടുത്തുള്ള പ്ലേസിൽ പോയിട്ട് നമ്മൾ പ്രാക്ടിക്കൽ ട്രെയിനിങ് എടുത്ത് ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ. ഈ പാമ്പുകളെയൊക്കെ ഇപ്പം അനന്യ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് മനുഷ്യർക്ക്. ഇപ്പം വെളുത്തുള്ളി ചതച്ച വെള്ളം മണ്ണെണ്ണ ഒഴിച്ചാൽ മതി എന്നൊക്കെ പറയും. അങ്ങനെ ഒരുപാട് പൊതുധാരണയിൽ ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. ഈ അവയെ അടുത്തറിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഇവയൊക്കെ ഒരുപാട് അടുത്തറിഞ്ഞപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അനന്യക്ക് മനസ്സിലായത്? ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള സ്കിന്നും കാര്യങ്ങളുമാണ്. അതുപോലെ എന്തൊക്കെയാണ് ബാക്കി? സോ ഞാൻ ഇതില് ഫസ്റ്റ് ഞാൻ കണ്ടിട്ട് എന്റെ സീനിയേഴ്സ് കുറെ പറഞ്ഞിട്ട് ഞാനും കുറെ ഇതുപോലത്തെ മിത്തൊക്കെ കണ്ടുപിടിച്ചു. ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്, പക്ഷെ പ്രാക്ടിക്കലി നടക്കാത്ത കാര്യങ്ങളാണ്. അപ്പൊ ഇത് നമുക്ക് മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല, ഇത് നമ്മളുടെ അടുത്തുള്ള എല്ലാവരുടെയും അറിയണം. സോ ഞാൻ അങ്ങനെ മോട്ടിവേഷണൽ ക്ലാസ്സസും എടുക്കാറുണ്ട്. വേറെ ഞാൻ ഈ വൈൽഡ് ലൈഫ് കൺസർവേഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ ഓരോരോ ലിവിങ് ബീങ്ങിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. ലൈക്ക് ഫസ്റ്റ് എലിഫന്റ്സ്, പിന്നെ ടൈഗേഴ്സ്, പിന്നെ ബേർഡ്സ്, സ്നേക്സ്, അങ്ങനെയൊക്കെ ഓരോന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കും. അവരെങ്ങനെയാണ് ബിഹേവിയർ, അല്ലെങ്കിൽ ബേസിക് ആയിട്ട് നമ്മൾ ഫോറസ്റ്റിൽ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെയാ അറിയേണ്ടത്. പിന്നെ ഈ സ്നേക്ക് ബൈറ്റിനെ കുറിച്ച് അവയർനെസ് ഒക്കെ കൊടുക്കാറുണ്ട്. സോ അത് അത് കൊടുക്കാൻ തുടങ്ങിയ തൊട്ടതും നന്നായിട്ട് പോകുന്നുണ്ട്. അതൊക്കെ കുറെ ഇഫക്ട്സ് ഒക്കെ ഉണ്ട്. ഈ പാമ്പുകളെ കാണുമ്പോൾ ഭയപ്പെടുകയും അവയെ കൊല്ലാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ചുറ്റും ഇപ്പോഴും. അനന്യക്ക് എന്താണ് അവരോടൊക്കെ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഇതാണ്, പാമ്പ് ഒരു ജീവിയാണ്. നമ്മളൊരു ലിവിങ് ബീങ് ആയ പോലെ അതും ഒരു ലിവിങ് ബീങ് ആണ്. അതൊക്കെ ഒരു ജീവിതമുണ്ട്. നമ്മൾ അതിനെ വെറുതെ ഇട്ട് കൊല്ലോ ഒന്നും ചെയ്യാൻ ആവശ്യമില്ല. നമ്മൾ അതിനെ ഉപദ്രവിച്ചാലേ അത് നമ്മളെ ഉപദ്രവിക്കാൻ വരും. അല്ലെങ്കിൽ അത് വെറുതെ ഫുഡും ഷെൽട്ടറും വെള്ളം ഒക്കെ തപ്പിയിട്ടാണ് ഇത് ഇവിടെ അവിടെ നടക്കുന്നത്. പിന്നെ ഇത്രയും അർബനൈസേഷൻ ആവാൻ തുടങ്ങിയപ്പോ വൈൽഡ് ആനിമൽസിനെ പോവാൻ സ്പേസ് ഇല്ലാത്ത കാരണമാണ് അവരും ഈ ഹ്യൂമൻ ടെറിട്ടറീസിൽ എൻറ്റർ ആവുന്നത്. അതായത് ഹ്യൂമൻ ടെറിട്ടറീസ് ഇപ്പോഴാണ്, പക്ഷെ പണ്ട് അത് അവരുടെ സ്പേസ് ആയിരുന്നു. നമുക്ക് ഈ കാട്ടിലേക്ക് വരികയാണെങ്കിൽ ഈ കാട് കാണാൻ എത്തുന്ന വിദ്യാർത്ഥികളെയും ഒരുപാട് ആളുകളെയൊക്കെ അനന്യ നയിക്കാറുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. എങ്ങനെയാണ് ഇത് സാധ്യമായത്? എങ്ങനെയാണ് അതിലേക്കൊക്കെ തന്നെ ഒരു ഗൈഡ് എന്ന രീതിയിലൊക്കെ എത്തിയത്? അത് ഞാൻ ക്ലാസ്സസ് ഒക്കെ എടുക്കാറുണ്ട്. അപ്പോ ക്ലാസ്സസ് എടുക്കുമ്പോ ചില സ്കൂൾസിൽ നിന്ന് അവർ പറയും, ഇങ്ങനെ ഞങ്ങൾ ഇവിടെ ട്രിപ്പ് വരുന്നുണ്ട് കുട്ടി ഈ ഫോറസ്റ്റിൽ, അപ്പൊ ഞങ്ങൾക്ക് ഈ പ്ലേസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ, ഞങ്ങൾക്ക് ഇവിടെ ക്ലാസ് എടുത്ത് തരുമോ എന്ന് പറയും. സോ ഞാൻ അവിടെ പോയി ക്ലാസ് എടുക്കാറുണ്ട്. പ്ലസ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സൈഡ്സിൽ നിന്നും കുറെ സപ്പോർട്ട് ഉണ്ട്. സോ ഡിപ്പാർട്ട്മെന്റ് റിലേറ്റഡ് പ്രോഗ്രാംസ് എന്തെങ്കിലും ഉണ്ടായാലും അവരെന്നെ ഇൻവൈറ്റ് ചെയ്യും. അപ്പൊ ഞാൻ ആ പ്രോഗ്രാംസിനെ പോവാറ്. ഈ കാടുകളെ കുറിച്ചൊക്കെ ആളുകൾക്ക് എപ്പോഴും ഒരു ആകാംക്ഷയൊക്കെ തന്നെ, വെള്ളിയാഴ്ച കാട് കയറില്ല അങ്ങനെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, മിത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് എത്രത്തോളം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സത്യമാണ്? ഈ കാട്ടിലേക്കൊക്കെ പോകുമ്പോൾ എന്താണ് അന്നയുടെ ഒരു ഫീൽ അകത്തേക്ക് കയറുമ്പോഴൊക്കെയുള്ള? കാരണം അവിടെ കാര്യങ്ങൾ റേഞ്ചും കാര്യങ്ങളും ഒന്നുമില്ല, നമുക്ക് വേറൊരു ലോകമാണല്ലോ. എങ്ങനെയാണ് അവിടത്തേക്കുള്ള ആ കാടും അനന്യ എങ്ങനെയാണ് അത് മിങ്കിളാവുന്നത്? എങ്ങനെയാണ് കാട്? കാട് എനിക്ക് സെക്കൻഡ് ഹോം പോലെയാണ്. എനിക്ക് കാട് വളരെ ഇഷ്ടമാണ്. അവിടെ നല്ല പീസ് ഉണ്ട്. ഈ വണ്ടികളുടെ സൗണ്ട് ഇല്ല, ആൾക്കാരുടെ സൗണ്ട് ഇല്ല, ഒന്നുമില്ല. നല്ല പീസ്ഫുൾ ആയ പ്ലേസ് ആണ്. പ്ലസ് അവിടെയുള്ള ബീയിങ്സിനെയും കണ്ട് എനിക്ക് പഠിക്കാനും നല്ല ഇഷ്ടമായ കാരണം എനിക്ക് കാട് വളരെ ഇഷ്ടമാണ്. എന്നെ എപ്പോ കാട്ടിൽ കൊണ്ട് വിട്ടാലും ഞാൻ അവിടെ സന്തോഷമായിട്ടിരിക്കും. കാട്ടിൽ കയറി കഴിഞ്ഞാൽ കൺകെട്ടും അങ്ങനൊക്കെ പറയുന്നത് സത്യമാണോ? എന്താണ് അതൊക്കെ? അങ്ങനെ ഒന്നും തോന്നാറില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട കാട് ഏതായിരുന്നു? ഞാൻ ഫസ്റ്റ് തുടങ്ങിയത് മുതുമലൈ ടൈഗർ റിസർവിലാണ്. അത് തമിഴ്നാട്ടിലാണ്. അവിടെയാണ് ഞാൻ ഫസ്റ്റ് തുടങ്ങിയത്. ബട്ട് ഇപ്പൊ ഞാൻ കറന്റ്ലി പാലക്കാടിലാണ്. അപ്പോ ഞാൻ കുറെ ഇവിടെ ഈ ധോണി റേഞ്ചിലൊക്കെ കുറെ പ്രോഗ്രാംസ് നടത്താറുണ്ട്. ഈ കാട്ടിലേക്ക് ഒരാൾ പോവുകയാണ്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന് കാട്ടിൽ പോകാൻ താല്പര്യമുണ്ട്, അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് അനന്യ ആദ്യമേ പറഞ്ഞു കൊടുക്കുക ഒരാളൊരു ഇൻട്രസ്റ്റുമായിട്ട് വന്നു കഴിഞ്ഞാൽ? ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിൽ പോകുന്നുണ്ട് പറഞ്ഞാൽ, ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിൽ പോകണം പറഞ്ഞാൽ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്.
ഇങ്ങനെ നമ്മൾ ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു റിസർവ് ഫോറസ്റ്റിന് പോകുന്നുണ്ട്. ഇപ്പൊ മുതുമലയിൽ തന്നെ പോകുന്നുണ്ട് പറഞ്ഞാൽ അവിടെ റോഡിൽ പോകുമ്പോൾ കുറെ റൂൾസ് ഉണ്ട്. നമ്മൾ വണ്ടി നിർത്താൻ പാടില്ല, വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല, ഇല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് വേസ്റ്റ് ഒന്നും പുറത്തിടാൻ പാടില്ല. ഈ റൂൾസ് ഒക്കെ കുറെ പേര് ഫോളോ ചെയ്യുന്നില്ല. ബട്ട് ഇത് ഫോളോ ചെയ്യാൻ പറയുന്ന കാരണം വന്നിട്ട് നമ്മളുടെ സേഫ്റ്റിക്കും ആനിമൽസിന്റെ സേഫ്റ്റിക്കും നമ്മളുടെ ട്രിപ്പ് സ്മൂത്ത് ആയിട്ട് പോകണം പറഞ്ഞിട്ടാണ് ഈ റൂൾസ് ഒക്കെ പറയുന്നത്. സോ ഈ റൂൾസ് ഒക്കെ ഫോളോ ചെയ്താലേ നമുക്ക് നല്ല ട്രിപ്പ് ഒക്കെ ഫിനിഷ് ആക്കിയിട്ട് വരാം. പിന്നെ ഇനിയൊരു കാരണം, നമ്മൾ ഫോറസ്റ്റിന്റെ ഉള്ളിൽ പോകുമ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്നതാണ്, നമ്മൾ എല്ലാ സെൻസ് ഓർഗൻസും ഓപ്പൺ ആയിട്ട് വെക്കണം. കണ്ണ്, മൂക്ക്, കാത് എല്ലാം തുറന്നു വെക്കണം. വായിൽ മാത്രം സിപ്പ് ഇട്ടിട്ട് പോകണം, അത്രേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മളിപ്പം കാട്ടിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഈ ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ തന്നെയും അതിനെക്കുറിച്ചൊക്കെ അറിവ് വേണം എന്നുള്ളൊരു കാര്യമാണല്ലേ. ഇപ്പം ഒരു പഴം കാണുമ്പോൾ അത് പറിച്ച് കഴിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അപകടം, ജീവന് പോലും അപകടമാകും. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് അറിവും കൂടെ സായത്തമാക്കിയ ശേഷം മാത്രമേ കാട്ടിലേക്ക് പോകാവൂ അല്ലേ? അതെ, ലൈക് നമ്മളൊരു ബേസിക് നോളജ് ഇവിടെ ഈ അനിമൽസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഈ അനിമൽസ് ഈ സമയത്തിലാണ് മോസ്റ്റ് ആക്റ്റീവ് ആയത്, അല്ലെങ്കിൽ ഈ സമയത്താണ് അവർ പുറത്തിറങ്ങുന്നത്. ഈ പ്ലേസിൽ ഈ ഒക്കെ ഫ്രൂട്ട്സ് കിട്ടും, ഇത് വിഷമുള്ളതാണ്, ഇത് വിഷമില്ലാത്തതാണ്, ഇത് കഴിക്കാൻ പറ്റും. ഈ പ്ലേസിൽ എന്തൊക്കെയാണ് സ്നേക്സ് കിട്ടുന്നത്. ഈ ഒരു ബേസിക് സെറ്റ് ഓഫ് നോളേജ് ഉണ്ടായാലാണ് നമുക്ക് ഫോറസ്റ്റിന്റെ ഉള്ളില് ഒരു പേടിയും ഇല്ലാതെ കയറാൻ പറ്റും. ഇങ്ങനെ എത്ര ദിവസത്തേക്കാ പോകും? അങ്ങനെയാണോ പോകുന്നത്? ദിവസത്തേക്കാണോ അതോ പോയി വരിക അങ്ങനെയാണോ? ഒരു ദിവസത്തെ ട്രിപ്പായിട്ടാണോ, എങ്ങനെയാണത്? ഞാൻ വർക്കിംഗ് ഡേയ്സ്, സ്കൂളിലെ ദിവസമൊക്കെ എന്റെ റുട്ടീനാണ്, ഞാൻ രാവിലെ 5 മണിക്ക് എണീക്കും, പിന്നെ 6 മണിക്ക് ഫീൽഡിൽ പോവും, ഒരു 8:30 9 മണിക്ക് തിരിച്ചു വരും, പിന്നെ ഫ്രഷ് ആയിട്ട് 9:30ക്ക് ക്ലാസ് ഉണ്ട്. ക്ലാസ് കഴിഞ്ഞാൽ ഒരു 4 മണി വരെ എനിക്ക് ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ആ സമയം കുറച്ചു നേരം പഠിക്കുക, പിന്നെ കുറച്ചു നേരം കിടന്നുറങ്ങുക. അപ്പൊ ആ സമയം അങ്ങനെ പോവും. പിന്നെ വൈകുന്നേരം പിന്നെയും ഫീൽഡിൽ പോവാ. പിന്നെ ഒരു 6 മണി ആകുമ്പോഴേക്കും ഞാൻ തിരിച്ചെത്തിയിട്ട് ഫ്രഷ് ആയിട്ട് ലൈക് TV കാണോ, അല്ലെങ്കിൽ പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ കുറച്ചു നേരം കളിക്കാൻ പോയി കളിക്കുക. അങ്ങനെ അതൊന്ന് കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കുക, ഫുഡ് കഴിഞ്ഞിട്ട് ഉറങ്ങുക. എനിക്ക് ഒരു ദിവസത്തില് സ്കൂൾ ടൈം കഴിഞ്ഞാൽ 1 മണിക്കൂറേ ഉള്ളൂ ഫോൺ ടൈം. അത് ഞാൻ രാവിലെ യൂസ് ചെയ്യാം, ഉച്ചയ്ക്ക് യൂസ് ചെയ്യാം, രാത്രി യൂസ് ചെയ്യാം, എപ്പോ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അനന്യ ഹോം സ്കൂളിംഗ് ആണ് നടത്തുന്നത്. എങ്ങനെയാണ് ആ ഒരു ആശയത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത്? സോ ഹോം സ്കൂളിംഗ് വന്നിട്ട് എനിക്ക് എക്സ് കളക്ടർ ഓഫ് നീലഗിരീസ് മിസ് ഇന്നസെന്റ് ദിവ്യാണ് സജസ്റ്റ് ചെയ്തത്. ബിക്കോസ് ഞാൻ ഈ ഫീൽഡ് വൈൽഡ് ലൈഫിൽ ഇറങ്ങുന്ന മുമ്പ് ഞാൻ ഒരു അബാക്കസിസ്റ്റ് ആയിരുന്നു. ഞാൻ ഇന്റർനാഷണലി 3rd റാങ്ക് അബാക്കസിൽ ജയിച്ചിട്ടുണ്ട്. സോ ആ സമയത്താണ് മാം എനിക്ക് ഇത് സജസ്റ്റ് ചെയ്തത്. പ്ലസ് ആ സമയത്ത് ഞാൻ വൈൽഡ് ലൈഫും സ്റ്റാർട്ട് ചെയ്ത സമയമാണ്. സോ ആ സ്കൂളിംഗ് വന്നിട്ട് റെഗുലർ സ്കൂളിംഗിനെക്കാളും മച്ച് കൺവീനിയന്റ് ആണ്. ബിക്കോസ് നമുക്ക് സ്കൂളിൽ പറഞ്ഞാൽ 8 മണിക്കൂർ 9 മണിക്കൂറൊക്കെ ക്ലാസ്സിൽ പോയിരിക്കണം. പക്ഷെ ഇവിടെ സ്കൂളിൽ പറഞ്ഞാൽ നമുക്ക് ഫ്ലെക്സിബിൾ ടൈമിങ്സ് ആണ്. ആൻഡ് അറ്റൻഡൻസ് അത്രയും മാൻഡറ്ററി ഒന്നും അല്ല, 0% അറ്റൻഡൻസ് ആയാലും കുഴപ്പമില്ല. ബിക്കോസ് ഈ സ്കൂളിൽ ഉണ്ടായാൽ നമുക്ക് നമ്മളുടെ പാഷൻ, ഇൻട്രസ്റ്റിൽ കുറച്ചും കൂടി ടൈം ഡിവോട്ട് ചെയ്യാൻ പറ്റും. അനന്യ ഹിന്ദി, മറാഠി, തമിഴ്, ഇംഗ്ലീഷ്, മലയാളം, ഫ്രഞ്ച് അങ്ങനെ ഒരുപാട് ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് അനന്യ. എങ്ങനെയാണ് ഇവയൊക്കെ പഠിച്ചെടുത്തത്? സോ മറാഠി വന്നിട്ട് ഞാൻ ജനിച്ചത് മുംബൈയിലാണ്. എന്റെ അമ്മയച്ഛൻ ജനിച്ചു വളർന്നതൊക്കെ മുംബൈയിലാണ്. അപ്പൊ എനിക്ക് അങ്ങനെ മറാഠി അറിയാം, അപ്പൊ അങ്ങനെ ഹിന്ദി അറിയാം. പിന്നെ മലയാളം പാലക്കാട് നാടായ കാരണം മലയാളം അറിയാം. പിന്നെ ഞാൻ തമിഴ്നാട്ടിൽ കുറച്ച് വർഷങ്ങൾ ഉണ്ടായ കാരണം തമിഴും അറിയാം. ഇംഗ്ലീഷ് അറിയാം. പിന്നെ ഫ്രഞ്ച് ഞങ്ങളുടെ സ്കൂളിൽ ഒരു സബ്ജക്ട്. വിവിധ വനംവകുപ്പുകൾക്ക് വേണ്ടിയൊക്കെ അവിടെയൊക്കെ അവരുടെയൊക്കെ ക്ഷണം സ്വീകരിച്ച്, പ്രത്യേകിച്ച് മഹാരാഷ്ട്ര, കർണാടക അവരെല്ലാം ക്ഷണം സ്വീകരിച്ച് അനന്യ എത്തിയിട്ടുണ്ട് അവിടെയൊക്കെ. എങ്ങനെയുണ്ടായിരുന്നു ഈ അനുഭവങ്ങളൊക്കെ? ഞാൻ കുറെ പ്ലേസിൽ ഈ ഡിപ്പാർട്ട്മെന്റ്സ് വിളിച്ചിട്ട് ഞാൻ സെൻസസിൽ അവരുടെ ടീമിന്റെ മെമ്പർ ആവാനാ പോയത്. ഇപ്പൊ ബേർഡ് സെൻസസ് ഉണ്ടാവും, പിന്നെ എലിഫന്റ് സെൻസസ്, ടൈഗർ സെൻസസ് ഒക്കെ ഞാൻ അവരുടെ ഒപ്പം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ദി ബേർഡ്സ് ഓഫ് മസനഗുഡി എങ്ങനെയായിരുന്നു ആ ബുക്കിന്റെ ഒരു ജനനം? സോ ദി ബേർഡ്സ് ഓഫ് മസനഗുഡി വന്നിട്ട് ഞാൻ വൈൽഡ് ലൈഫിൽ കയറിയിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ബേർഡ്സ് ആണ്. 288 സ്പീഷീസ് ഓഫ് ബേർഡ്സ് ഞാൻ ഐഡന്റിഫൈ ചെയ്തു 2.5 years. പിന്നെ ഞാൻ ക്യാമറ വാങ്ങിയിട്ട് പിന്നെ ഒരു 2 years ഫോട്ടോഗ്രാഫി, ഞാൻ കണ്ടെത്തിയ ബേർഡ്സ് ഒക്കെ ഫോട്ടോ എടുക്കാൻ ആ 2 years വിട്ടു.
പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബുക്ക് എഴുതിയത്. അതൊരു ഫീൽഡ് ഗൈഡാണ്. എവിടെ ആ ബേർഡിന്റെ ഫോട്ടോ ഉണ്ടോ, ഫോട്ടോന്റെ താഴെ ആ ബേർഡിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് ഈ സമയത്തിന് ഇവിടെ കിട്ടും, അതിന്റെ സയന്റിഫിക് പേര് ഇതാണ്. പിന്നെ അത് കാണാൻ ഇതൊക്കെയാണ് ഫീച്ചേഴ്സ്. ബ്ലൂ കളറും പിന്നെ വൈറ്റും ഓറഞ്ച് ചെസ്റ്റും അങ്ങനെ കളർ ഡിസ്ക്രിപ്ഷൻസും കൊടുത്തിട്ടാണ്. പിന്നെ സൈഡിൽ ഒരു വലിയ പിക്ചർ ഇട്ടിട്ടുണ്ട്. സോ അതാണ് അതിന്റെ ബുക്ക്. ഞാൻ അങ്ങനെയാണ് എഴുതിയത്. IFSൽ ചേരണമെന്നാണല്ലോ അനന്യയുടെ ആഗ്രഹം. ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ എങ്ങനെയാണ് തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നത്? സോ എനിക്ക് IFS ക്ലിയർ ആക്കാൻ ഞാൻ ഇത് ഫുൾ പാത്രമൊക്കെ സെറ്റ് ആണ്. ഇപ്പൊ ഇനി ഞാൻ നെക്സ്റ്റ് അക്കാഡമിക് 10th ആണ്. സോ 10th 95+ സ്കോർ ചെയ്യണം. പിന്നെ 11th ബയോ സയൻസ് എടുത്തിട്ട് 12th കഴിഞ്ഞിട്ട് ഞാൻ BSc ഇൻ ഫോറസ്ട്രി ഇല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ബയോളജി, സുവോളജി, വൈൽഡ് ലൈഫ് റിലേറ്റഡ് സബ്ജക്ട് എടുത്തിട്ട് പിന്നെ ഞാൻ IFS ക്ലിയർ ആക്കിയിട്ട് MSc എഴുതും. MSc എഴുതിയിട്ട് പിന്നെ എനിക്ക് ഒരു PhD ചെയ്യണം എന്നൊരാഗ്രഹം. ഈ വൈൽഡ് ലൈഫിനെയൊക്കെ സംബന്ധിച്ച് അതിൽ താല്പര്യം, അതിലേക്കൊക്കെ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന ആ ഒരു പിന്തുണ എങ്ങനെയാണ്? എനിക്ക് പാരന്റ്സിന്റെ എപ്പോഴും നല്ല സപ്പോർട്ട് ഉണ്ട്. എന്റെ ഒപ്പം എവിടെ പോകുന്നതും ഏത് സ്ഥലത്ത് പോകണം പറഞ്ഞാൽ എന്റെ അച്ഛനാണ് എന്റെ ഒപ്പം വരുന്നത്. അമ്മയ്ക്ക് കാട് പറഞ്ഞാൽ ഇത്തിരി പേടിയാണ്, പക്ഷെ അച്ഛൻ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവും. അമ്മേന്റെ നല്ല സപ്പോർട്ട് ഉണ്ട്. ഗ്ലാഡ് ഫോർ ദാറ്റ്. കാടുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ ആളുകളൊക്കെ ഒരുപാട് അതിക്രമിച്ച് കയറാറുണ്ട്. പലപ്പോഴും അവിടുത്തെ മരങ്ങളൊക്കെ വെട്ടിക്കൊണ്ട് പോകുക, അങ്ങനെ ഒരുപാട് അതിക്രമങ്ങൾ, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ പ്ലാസ്റ്റിക് ഒക്കെ തന്നെ വലിച്ചെറിയുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് നശീകരണം മനുഷ്യൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട്. ശരിക്കും ഇവയെ പ്രിസർവ് ചെയ്യേണ്ടത് അത് എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്തം തന്നെയല്ലേ? ഇവരോടൊക്കെ എന്താണ് എനിക്ക് പറയാനുള്ളത്? ഞാൻ എല്ലാവരോടും പറയാൻ ശ്രമിക്കുന്നത്, നമ്മൾ ഒരു വലിയ ചേഞ്ച് ഒന്നും ആക്കാൻ ട്രൈ ചെയ്യണ്ട. ഫസ്റ്റ് ചേഞ്ച് നമ്മളുടെ ഉള്ളിലാണ് വരുന്നത്. നമ്മൾ ചേഞ്ച് ആയാൽ ആണ് നമ്മളുടെ ഫാമിലി, ഫ്രണ്ട്സ്, നെയ്ബേഴ്സ് ഒക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആൻഡ് ഒരു വലിയ സ്റ്റെപ്പ് ഒന്നും എടുക്കണ്ട. ഒരു ചെറിയ തൈ നമ്മളുടെ ഗാർഡനിലോ ഇല്ലെങ്കിൽ ബാക്ക് യാർഡിലോ എവിടെയെങ്കിലും നമ്മൾ നട്ടിടുക. പ്ലാസ്റ്റിക് വേസ്റ്റ് നമ്മൾ മിഠായോ ബിസ്ക്കറ്റോ എന്തെങ്കിലും കഴിച്ചാൽ ആ റാപ്പർ അവിടെ തന്നെ കളയാതെ വീട്ടിൽ കൊണ്ടുവന്ന് ഡസ്റ്റ്ബിനിൽ ഇടുക. വേസ്റ്റ് പ്രോപ്പറായി ഡിസ്പോസ് ചെയ്ത. ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്താല് ഒരു വലിയ ഇമ്പാക്ട് ആവാൻ ചാൻസസ് ഉണ്ട്. അനന്യ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് കാട്ടിലേക്കൊക്കെ അല്ലെങ്കിൽ അതിലുള്ള താല്പര്യമൊക്കെ കാണിച്ച് ഇങ്ങനെ പോകുമ്പോഴൊക്കെ പലപ്പോഴും ആളുകൾക്കൊക്കെ, അതായത് 6 വയസ്സിൽ തുടങ്ങിയതാണെന്നാണ് പറയുന്നത്, ഇപ്പോൾ 15 വയസ്സാകുന്നു. അപ്പോൾ എങ്ങനെയാണ് ആളുകളുടെ ഒരു അക്സെപ്റ്റൻസ് എങ്ങനെയാണ്? പ്രത്യേകിച്ച് ആളുകളൊക്കെ ഇങ്ങനെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നോ? നീ കുട്ടിയാണ്, ഇപ്പോഴേ വേണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞ് എതിർക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു? ഇല്ല, എല്ലാരും നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ചില പേരൊക്കെ നല്ല ഷോക്ക് അടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ കുട്ടിയാണ്, എങ്ങനെ എത്തി എന്നൊക്കെ അവർ പറയാറുണ്ട്. പക്ഷെ അവർ ഫസ്റ്റ് ഞാൻ എന്തൊക്കെ ചെയ്തു, എങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവര് സത്യത്തിൽ വിശ്വസിക്കും. അവരും നല്ല സപ്പോർട്ടൊക്കെ ചെയ്യാറുണ്ട്. ഈ ബേർഡ് വാച്ചിങ്ങിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിലും പ്രത്യേകിച്ച് ഒരു ഇത്രയും ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അതെങ്ങനെയാണ് മനസ്സിലാക്കിയെടുത്തത്? അത് വായനയിലൂടെ ഒക്കെ തന്നെയായിരുന്നോ? ചുറ്റുമുള്ളവരുടെ ഒക്കെ ഹെൽപ്പ് ഉണ്ടായിരുന്നു? എങ്ങനെയാണ് ബേർഡ് വാച്ചിങ് എന്നുള്ള ആ ഒരു കാര്യങ്ങൾ? സോ ബേർഡ് വാച്ചിങ് എനിക്ക് ഫസ്റ്റ് ഇൻട്രസ്റ്റ് ബേർഡ്സിലായിരുന്നു. സോ ഞാൻ ബേർഡ്സിനെ അട്രാക്ട് ആയത് അതിന്റെ കളർ, പിന്നെ അതിന്റെ ഡിഫറെന്റ് ഫീച്ചേഴ്സ്, അതൊക്കെ കണ്ടാണ് അട്രാക്ട് ആയത്. പ്ലസ് ഞാൻ ആ വയസ്സിലൊക്കെ കുറെ പിക്ചർ ബുക്സ് ഒക്കെ വായിക്കാറുണ്ട്. അതിൽ കുറെ ഈ ഫോറിൻ ബേർഡ്സിന്റെ ഒക്കെ പിക്ചേഴ്സ് ഉണ്ടാവും. പിന്നെ അതിന്റെ ചെറിയ ചിക്സ് ഒക്കെ ഉണ്ടാവും, അതിന്റെ ഒക്കെ പിക്ചേഴ്സ് ഉണ്ടാവും. സോ ആ പിക്ചർ കണ്ടാണ് ഞാൻ ഫസ്റ്റ് അട്രാക്ട് ആയത്. പിന്നെ മെല്ലെ മെല്ലെ അങ്ങനെ കോണ്ടാക്ട് പിടിച്ചാണ് ഞാൻ ഈ ഫീൽഡിൽ മെല്ലെ കയറിയത്. ഏറ്റവും മറക്കാൻ പറ്റാത്ത, കാട്ടിൽ പോയിട്ട് മറക്കാൻ സാധിക്കാത്ത ഒരു അനുഭവം അതേതായിരിക്കും? ഞാൻ ഫസ്റ്റ് ടൈം ഒരു കരടീനെ കണ്ടതാണ് എനിക്ക് മറക്കാനേ പറ്റില്ല. കുറെ ഉണ്ട് ഇങ്ങനെ മറക്കാൻ പറ്റാത്തതുണ്ട്, പക്ഷെ ഫസ്റ്റ് ടൈം കരടീനെ കണ്ടതാണ് എനിക്ക് നല്ല എക്സൈറ്റിംഗ് ആയിരുന്നു. ബിക്കോസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഫോറസ്റ്റിന്റെ ഉള്ളിൽ പോയത്. ആൻഡ് ഞാൻ അങ്ങനെ പോകുമ്പോഴാണ് ഒരു സ്ലോത്ത് ബെയർ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയത്. അപ്പോ ഞാൻ വേറെ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നു, അവിടെ സൈഡിൽ നിന്ന് ഒരു കരടി ഇങ്ങനെ ക്രോസ് ആയി പോകുമ്പോ കാണുമ്പോ എനിക്കൊരു നല്ല സന്തോഷം. അപ്പോഴാണ് ഞാൻ കരടീനെ കുറിച്ച് കുറച്ച് പഠിക്കാനും കിട്ടിയത്. ഞാൻ ഗാർഡ്സിന്റെ ഒപ്പം ഒക്കെ പോകുമ്പോ അവരെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും.
ഇങ്ങനെ ഈ ഒരു മൃഗം വന്നാൽ നമ്മൾ ഇങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത്, പിന്നെ ഈ പ്ലാന്റിന്റെ പേര് ഇതാണ്, ഈ ഫ്രൂട്ട്സിന്റെ പേര് ഇതാണ്, ഈ ബേർഡിന്റെ സയന്റിഫിക് പേരൊക്കെ ഇതാണ് എന്നാണ് അവരെനിക്ക് പറഞ്ഞു തന്നത്. ഈ കാട്ടിലൊക്കെ പോകുന്ന ഒരു അവസരത്തിൽ സ്റ്റേ ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു സിറ്റുവേഷൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ സ്റ്റേയിങ് ഒക്കെ നടക്കുക? ഞാൻ ഫോറസ്റ്റിന്റെ ഉള്ളിൽ സ്റ്റേ ചെയ്യാറില്ല, പക്ഷെ ഞാൻ ഫുൾ ഡേ ഫോറസ്റ്റിന്റെ ഞാൻ ട്രെക്കിങ്ങിലായിരിക്കും. സോ ബേർഡ്സ്, പിന്നെ അവിടെ എന്തെങ്കിലും സർവേ നടക്കുന്നുണ്ട് പറഞ്ഞാൽ സർവേ ടീമിന്റെ ഒപ്പം അങ്ങനെ പോകും. ഞാൻ അത്ര കഴിക്കാനൊന്നും ഫുൾ ഡേയിൽ കൊണ്ടുപോകാറില്ല. ജസ്റ്റ് ഒരു ഫ്ലാസ്കിൽ കട്ടൻ ചായം, ഒരു ചെറിയ പാക്കറ്റ് ബിസ്ക്കറ്റും. ഇനി വെച്ചാൽ പിന്നെ ഫോറസ്റ്റിൽ നമ്മൾക്ക് അറിയുന്ന ഫ്രൂട്ട്സ് എന്തെങ്കിലും എടുത്ത് കഴിക്കും. ശരി, ഏതായാലും വളരെ സന്തോഷമുണ്ട് അനന്യ. അനന്യയുടെ ആഗ്രഹങ്ങളൊക്കെ തന്നെ സഫലമാകട്ടെ. ഏതായാലും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. താങ്ക് യു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.